രക്ഷാപ്രവർത്തന കേസിൽ 5 പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്ന് എ.ഡി. തോമസും അജയ് ജുവൽ കുര്യാക്കോസും. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായി. 5 പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എ.ഡി. തോമസ് എം.എൽ.എയും അജയ് ജുവൽ കുര്യാക്കോസും അറിയിച്ചു. ആക്രമിക്കാൻ ഉപയോഗിച്ച ലാത്തി ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും ലാത്തി സറണ്ടർ ചെയ്തുവെന്ന പ്രതിഭാഗത്തിന്റെ വാദം കള്ളമാണെന്നും സറണ്ടർ ചെയ്തുവെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എ.ഡി. തോമസ് പറഞ്ഞു. മർദ്ദനത്തിനിരയായ എ.ഡി. തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ്, ഒന്നാം സാക്ഷി ജോജി മോൻ ജോസഫ്, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് പ്രതികളായ 5 പേരെയും തിരിച്ചറിഞ്ഞത്. തങ്ങൾ 3 പേരും 5 പ്രതികളെയും തിരിച്ചറിഞ്ഞതായി എ.ഡി. തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികൾ നിരന്തരം കള്ളം പറഞ്ഞ് കേസന്വേഷണം മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. കോടതി പെരുമാറിയതും എല്ലാവരും കണ്ടതാണ്. പ്രതിഭാഗത്തിന്റെയും കോടതിയുടെയും ഭാഗത്തു നിന്ന് കേസ് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നുവെന്നും എ.ഡി. തോമസ് ആരോപിച്ചു. കേസന്വേഷണം തൃപ്തികരമാണെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ആവശ്യപ്പെടുമെന്നും അജയ് ജുവൽ കുര്യാക്കോസ് പറഞ്ഞു. ലാത്തി കണ്ടെടുത്തു എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇക്കാര്യം ജാമ്യാപേക്ഷയിൽ എഴുതി കൊടുത്തിട്ടുമില്ല. എന്നിട്ടും അവർ പറയുന്ന വാദം കോടതി വിശ്വസിച്ചു. ഇക്കാര്യം കോടതി പരിശോധിക്കണമായിരുന്നുവെന്നും അജയ് ജുവൽ കുര്യാക്കോസ് പറഞ്ഞു. അതേസമയം ചോദ്യം ചെയ്യൽ 2ാം ദിവസത്തിലേക്ക് കടന്നതോടെ ആക്രമണത്തിന് ഉപയോഗിച്ച് ലാത്തി പോലെ തോന്നുന്ന വടി കണ്ടെടുക്കുക എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെ നിർണായക കടമ്പ. തങ്ങൾക്ക് അനുവദിച്ച ലാത്തിയാണെന്നും തിരികെ ഓഫീസിൽ ഏൽപ്പിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ പ്രതികൾ ഉപയോഗിച്ചത് ലാത്തിയല്ലെന്നും സ്വന്തമായി വാങ്ങിയ ലാത്തിയേക്കാൾ നീളം കൂടിയ വടിയാണെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായതോടെ തെളിവെടുപ്പ് നടപടിക്രമങ്ങളിലേക്കും SIT കടക്കും. പ്രതികളെ ഇന്ന് തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലേക്ക് എത്തിച്ചേക്കും.